യുഎസിൽ മാർക്കോ റൂബിയോ ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. മൈക്ക് വാൾട്സ് സ്ഥാനമൊഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. യുഎന്നിലെ യുഎസ് അംബാസഡറായാണ് വാൾട്സിന്റെ പുതിയ ചുമതല. യുഎസിൽ മാർക്കോ റൂബിയോയെ ഇടക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ചത്. മൈക്ക് വാൾട്സിന് പകരമായാണ് റൂബിയോയുടെ പുതിയ ചുമതല. യമനിൽ ഹൂതികൾക്കെതിരായ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്ത ഗ്രൂപ്പ് ചാറ്റ് ചോർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ചാറ്റ് ചോർന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതോടെ വാൾട്സ് സ്ഥാനമൊഴിയുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. യുഎന്നിലെ യുഎസ് അംബാസഡറായാണ് വാൾട്സിന്റെ പുതിയ ചുമതല. ഐക്യരാഷ്ട്ര സംഘടനയിൽ യുഎസിന്റെ അടുത്ത അംബാസഡറായി മൈക്ക് വാൾട്സിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധകളത്തിൽ യൂണിഫോമിലിരിക്കുന്ന കാലം മുതൽ കോൺഗ്രസിലും തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിലയിലും മൈക്ക് വാൾട്സ് നമ്മുടെ രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. തന്റെ പുതിയ പദവിയിലും അദ്ദേഹം അതുതന്നെ ചെയ്യുമെന്ന് തനിക്കറിയാമെന്നും ട്രംപ് തന്റെ സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ചു. യമൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽ ചാറ്റിൽ മാധ്യമപ്രവർത്തകനെ തെറ്റായി ഉൾപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തമാണ് മൈക്ക് വാൾട്സ് ഏറ്റെടുത്തത്. ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചേർത്ത് സിഗ്നൽ ആപ്പിൽ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അറ്റ്ലാന്റിക് വാരികയുടെ പത്രാധിപരും ഉൾപ്പെട്ടത് വൻ വിവാദമായിരുന്നു. യുഎസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മൈക്ക് വാൾട്സിന്റെ കുറ്റസമ്മതം. ചാറ്റിൽ ചേർത്ത മാധ്യമപ്രവർത്തകനായ ജെഫ്രി ഗോൾഡ്ബർഗിനെ തനിക്ക് വ്യക്തിപരമായി അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് തുടങ്ങി ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ സൈനിക പദ്ധതികൾ ചർച്ച ചെയ്യുന്ന സമൂഹമാധ്യമ ഗ്രൂപ്പിലാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചത്. രഹസ്യവിവരങ്ങളൊന്നും ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗോൾഡ്ബർഗ് വെളിപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം പുറത്തായത്. വാൾട്സാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഗ്രൂപ്പിൽ കൂടി ലഭിച്ച വിവരങ്ങൾ അറ്റ്ലാന്റിക് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു.